ചൂരൽമല ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ട് 125 ദിവസങ്ങൾ പിന്നിട്ടു. ഒന്നും രണ്ടുമല്ല കേട്ടോ, 125 ദിവസങ്ങൾ. മേപ്പാടി കുന്നമ്പറ്റയിലെ 5.5 ഏക്കർ ഭൂമിയിൽ ഒരു കിണർ കുടിക്കാൻ മാത്രമാണ് ഇതേവരെ കോൺഗ്രസിന് കഴിഞ്ഞത്. ഒരു കിണർ കുത്താനായിട്ട് 125 ദിവസങ്ങൾ വേണ്ടി വരുമെന്നാണ് UDF ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. ഈ നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഈ പണിക്കൊക്കെ പോകുന്ന, കൂലിപ്പണിക്കൊക്കെ പോകുന്ന, കിണർ കുത്താനൊക്കെ പോകുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്താണെന്ന് പറഞ്ഞു തരണം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എന്നെ മാത്രമല്ല, ആ വയനാട്ടിലെ പാവങ്ങളെയും അതേപോലെ തന്നെ ഈ കേരളത്തിലെ ഇതൊന്നും അറിയാത്ത ജനങ്ങളെയും ഒക്കെ. കാരണം മാധ്യമങ്ങളെല്ലാം വലതുപക്ഷത്തിന് എതിരെ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുകയാണെന്നുള്ളൊരു സംസാരം ഇപ്പോൾ പരക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഇത്രയും നാളും ഇടതുപക്ഷത്തിനെ എങ്ങനെയും അധികാരത്തിൽ നിന്ന് ഇറക്കണം, താഴെ ഇറക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന മാധ്യമങ്ങളൊക്കെയും ഇന്ന് VD സതീശൻ അധികാരത്തിൽ വന്ന് 2 മാസങ്ങൾ തികയ്ക്കുന്നതിന് മുൻപ് തന്നെ VD സതീശനെതിരെ തിരിഞ്ഞു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രേ. ഇതെല്ലാം ഇടതുപക്ഷ അനുഭാവമുള്ള അല്ലെങ്കിൽ പിണറായി വിജയന്റെ അടുത്ത ആളുകൾ നടത്തുന്ന ചാനലുകളാണെന്നൊക്കെയാണ് ഈ അന്തം കമ്മികളും അന്തം കൊങ്ങികളും സംഘികളും ജിഹാദികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സുഡാപ്പികളടക്കമുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണല്ലേ ഒരു കിണർ കുത്താൻ, നമ്മുടെയൊക്കെ വീട്, എൻ്റെ വീട്ടിലും കിണറൊക്കെയാണ് കേട്ടോ, അവിടെ കിണർ കുത്താനായിട്ട് എന്തായാലും 125 ദിവസമൊന്നും വേണ്ടതില്ല. കഷ്ടിച്ച് ഒരു 15 ദിവസം, കൂടിപ്പോയാൽ 15 കേട്ടോ, അതിന് മുൻപ് തീർന്നിട്ടുണ്ടാവുകയുള്ളൂ. കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കുത്തിയ കിണറാണ്. അപ്പം അങ്ങനെ ആ ഒരു കിണർ കുത്താനായിട്ട് 125 ദിവസങ്ങൾ വേണ്ടി വന്ന UDFന്റെ ആ ഒരു കിണർ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണേണ്ടിയിരിക്കുന്നു. അതെന്തായാലും അതിൻ്റെ വീഡിയോസൊന്നും ഇതുവരെ ആരും പങ്കുവെച്ചിട്ടില്ല. വൺസ് അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കാണിക്കും. അത് കിണറാണോ അതോ ആ കിണറിനുള്ളിൽ താജ്മഹൽ ഇറക്കി പണിതുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു കാര്യം നമ്മൾ അറിയണം. ഇന്ന് ഞാൻ ഇതേപ്പറ്റി, അതായത് വയനാട്ടിലെ ടൗൺഷിപ്പിനെ പറ്റിയുള്ള ഇങ്ങനെ അപ്ഡേഷൻസ് നോക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ളതാണ് പല കാര്യങ്ങളും. അപ്പോൾ ഞാനങ്ങനെ റിപ്പോർട്ടർ TVയിലൊരു വാർത്ത കണ്ടു. അവർ പങ്കുവച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ലേറ്റസ്റ്റ് അപ്ഡേഷനാണ്. വീട് ലഭിച്ച 178 പേരുടെ വാടക നിർത്തലാക്കും, ദിനപത്തയും ഭക്ഷ്യ കൂപ്പണും 3 മാസത്തേക്ക് തുടരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. ആ പോസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്: മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം. കേൾക്കാൻ അടിപൊളിയാണ്. പണ്ട് ഇടതുപക്ഷ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു സാധനം വരുമ്പോഴെല്ലാം ഒരു പോസിറ്റീവ് എനർജി നമുക്കുണ്ടായിരുന്നു. എന്താണ്, അവിടേക്ക് ഇത്ര പേര് കയറി താമസിച്ചു തുടങ്ങി, അവിടേക്ക് പുതിയ കുടുംബം ആദ്യത്തെ കാൽവയ്പ് നടത്തുന്നു, അല്ലെങ്കിൽ അവരുടെ ചുവടുവയ്പ് ആദ്യമായിട്ട് നടന്നു, പാല് കാച്ചൽ നടന്നു എന്നൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ കാണുന്ന വാർത്ത എന്നാണ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 178 വീടുകളുടെ പണി പൂർത്തിയാക്കി കൈമാറി. ഏതാണ്? 178 വീടുകളുടെ പണി പൂർത്തിയാക്കി കൈമാറി. നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ടോണം. 157 വീടുകൾ സെപ്റ്റംബർ 30-നകം പൂർത്തിയാകും. ബാക്കി 62 വീടുകൾ ഡിസംബർ 31-നകം നിർമ്മിക്കും. മന്ത്രി T. സിദ്ദിഖ് റിപ്പോർട്ടറിനോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കാണുന്നത്. അതായത് 178 വീടുകളുടെ പണി പൂർത്തിയായിട്ട് ഞങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇതെങ്ങനെയാണ് T. സിദ്ദിഖ് സാറെ, ശ്രുതിക്ക് വീട് വെച്ച് നൽകിയ T. സിദ്ദിഖ് സാറെ ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്നുകൊണ്ട് മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ഒരു ലേശമെങ്കിലും ഒരു ഉടുപ്പില്ലെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലേ, ലേശമെങ്കിലും ഒരു മര്യാദയെങ്കിലും വേണ്ടേ? ഈ 178 വീടുകൾ വെച്ച് കൊടുത്ത സതീശനാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും നേതാവാണോ? നിങ്ങളൊരു ഭരണ തുടർച്ചയുടെ ആളുകളല്ലെന്നാണല്ലോ നിങ്ങൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരണ തുടർച്ചയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് ലൈഫ് മിഷൻ എന്ന് പറയുന്നൊരു പദ്ധതിയുമായിട്ട് മുന്നിലേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ബഡ്ജറ്റിൽ പോലും ഒരു നീക്കിയിരിപ്പ് വെച്ചിട്ടില്ല? ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് നിങ്ങൾ ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് നിങ്ങളൊരു ഭരണ തുടർച്ചയാണ്, ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ മാത്രം ഭരണ തുടർച്ച എന്ന് പറയുന്നൊരു വാക്കും ഉപയോഗിക്കും, ആ ഒരു പ്രവൃത്തി ഉപയോഗിക്കും. എന്നാൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നേരം ഇതെല്ലാം മാറ്റി വെച്ചിട്ട് വേറെ രീതിയിലുള്ളൊരു സംസാരം, ഒരു ഡബിൾ ഫാദർ സിൻഡ്രോമാണ് ഇവർ കാണിക്കുന്നത്. ഈ 178 വീടുകൾ പണിത് നൽകിയത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ നാട്ടിലെ ജനങ്ങൾ ഏകാധിപതി, ഏകഛത്രാധിപതി, കർക്കശ സ്വഭാവക്കാരൻ, വൃത്തികെട്ടവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ച ഒരു മനുഷ്യൻ നടപ്പിലാക്കിയ ഒരു വീടുകളാണ്. ആ മനുഷ്യന്റെ ഒരൊറ്റ കർക്കശ സ്വഭാവം കൊണ്ട് തന്നെയാണ് 178 വീടുകളും ഇവിടെ സാധ്യമായിരിക്കുന്നത്. ഇതേ അടിമകൾ, കൊങ്ങിയ അടിമകൾ കമന്റ് ബോക്സിൽ വന്ന് കിടന്ന് കരയുന്നത് ഞാൻ കാണാനിടയുണ്ടായി. അതായത് ഈ 178 വീടുകൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വീട് എവിടെ LDF അല്ലെ, വീട് എവിടെ പിണറായി വിജയ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇവർ വരുന്നത്. എടാ, ഈ 178 വീടുകൾ കൈമാറിയെന്ന് പറയുന്നത് നിങ്ങളുടെ കൊങ്ങികളുടെ നേതാവാണ്. ഈ നേതാവ് കൈമാറിയെന്ന് പറയുന്നത് നിങ്ങളുടെ എന്തെങ്കിലും എഫോർട്ടുള്ള വീടുകളാണോ? എന്തെങ്കിലും ഒരു മുടിയിഴെങ്കിലും നിങ്ങളുടെ അവിടെ വീണിട്ടുണ്ടോ? ആ വീടിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുത്തതിൽ ഒരു കോപ്പുമില്ലെന്നേ. നിങ്ങൾ ചുമ്മാ ഒരു ബൗണ്ടറിയിൽ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒരു ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു. എന്നിട്ട് നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം മാധ്യമങ്ങളുടെ മുൻപിൽ വന്നുകൊണ്ടും നിങ്ങളുടെ വലതുപക്ഷ PR ടീംസിന്റെ അടുത്ത് പോയിക്കൊണ്ടും പല കഥകൾ അടിച്ചു വിട്ടു. ഈ കഥകളെല്ലാം ഈ നാട്ടിലെ ബുദ്ധിയും വിവരവും ഇല്ലാത്ത കുറേ ആളുകൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പണിയെടുക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി വോട്ട് മാറ്റി കുത്തുകയും ചെയ്തു. ബുദ്ധിയും വിവരവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല.
ഈ ഭരണമാറ്റം വേണം, വികസന തുടർച്ച വേണമെന്ന് ആഗ്രഹിച്ച് കുത്തിയ ആളുകളെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മാറ്റി കുത്തിയപ്പോൾ എന്താ ഉണ്ടായത്? എന്ത് വികസന മാറ്റമാണ് ഉണ്ടാവുന്നത്? ഇപ്പോൾ ആ ബസ് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് തൊഴിലാളികളുടെ അല്ലെ സ്വകാര്യ ബസ് മുതലാളിമാരുടെ എല്ലാം അന്നം മുട്ടി. അവർക്കൊരു ബസ് സർവീസും കൊണ്ട് മുന്നിലേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. അവർക്ക് ജീവിത സാഹചര്യം തന്നെ ദുർഘടമായി. ബസ്സെല്ലാം വീണ്ടും കയറ്റി വീടുകൾക്ക് ഉള്ളിലേക്ക് ഇടേണ്ട ഒരു അവസ്ഥ വന്നു. ഇനി എങ്ങാനും ബസ് നഷ്ടത്തിലാണെന്ന് വിചാരിച്ചുകൊണ്ട് ഓടാതിരുന്നാലോ? പെറ്റി അടിച്ചങ്ങ് കൊടുക്കും നമ്മുടെ ചിരിക്കുന്ന മുഖ്യമന്ത്രി. കഴിഞ്ഞ ദിവസം ഒരു സൗജന്യ യാത്രയുടെ സമയത്ത് നമ്മുടെ KSRTC ബസ്സിൽ സൗജന്യ യാത്ര, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്ന സമയത്ത് ഇതിനെ പ്രതികരിച്ചുകൊണ്ട് അല്ലെ ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു സ്വകാര്യ ബസ് ഫ്രീ സർവീസ് നടത്തി. ആർക്കാണ്? സ്ത്രീകൾക്കല്ല, പുരുഷന്മാർക്ക്. ആ ഫ്രീ സർവീസ് നടത്തിയ ബസ് പെർമിറ്റ് ലംഘനം നടത്തി അല്ലെങ്കിൽ ആ ഒരു ഇവരുടെ നിയമ ലംഘനത്തിൽ വീഴ്ച വരുത്തി എന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരു പെനാൽറ്റി, ഒരു പെറ്റി അങ്ങോട്ട് അടിച്ചു കൊടുത്തു ആ ബസ് സർവീസ് നടത്തുന്ന ആളുകൾക്കും ആ ബസ് മുതലാളിക്കും. അതിപ്പോൾ വലിയൊരു ഭീമമായിട്ടുള്ള തുക അവർ അടയ്ക്കേണ്ടി വരുന്നുണ്ട്. 5000 രൂപയ്ക്ക് മുകളിൽ അവർ അടയ്ക്കേണ്ടി വരുന്നുണ്ട്. ഈ അവരുടെ വയറ്റത്തടിച്ചുകൊണ്ട് അല്ലെ അവരുടെ അന്നത്തിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് അവരുടെ ചോറിൽ പാറ്റയെ പിടിച്ചിട്ടുകൊണ്ട് ഈ പറയുന്ന തോന്നിവാസങ്ങൾ കാണിക്കാൻ എന്തൊരു വ്യഗ്രതയാണല്ലേ. ജയിപ്പിച്ചു വിട്ട ജനങ്ങളുടെ തന്നെ അണ്ണാക്കിലും അന്നനാളത്തിലേക്കും തന്നെ ഇവർ മണ്ണെണ്ണ കോരി ഒഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നൊരു കാര്യം. വയനാട്ടിലെ 178 വീടുകൾ പണിത് കൊടുത്തുവെന്ന് ടി സിദ്ദിഖ് പറയുമ്പോൾ ലേശമെങ്കിലും ഒരു ഉളുപ്പ്, ആണത്തം എന്ന് പറയുന്നൊരു സാധനം മൂക്കിന് താഴെ ആ മീശ ഇരിക്കുന്നുണ്ടല്ലോ, ആ മീശയോടെങ്കിലും ഒരു നീതി പുലർത്തണം സിദ്ദിഖ് സാറേ എന്ന് എനിക്ക് ഇവിടെ എടുത്തു പറയാനുള്ളൂ. അപ്പൊ ഈ വീടുകൾ വെച്ച് നൽകിയത് ആണത്തമുള്ളൊരു സർക്കാർ ഉണ്ടായിരുന്ന സമയത്താണ്. ആ വീടുകളുടെ പണികളാണ് ഏകദേശം പൂർത്തിയായി. 178 വീടുകൾ കൊടുക്കുമെന്ന് പറഞ്ഞ് ആ 178 വീടുകളിലേക്ക് ആളുകൾ താമസത്തിന് തുടങ്ങിയിരിക്കുന്നത്. സർവ്വ സജ്ജീകരണങ്ങളോടുകൂടി ആ വീടുകളിലേക്ക് അവർക്ക് കയറി താമസിക്കാൻ പറ്റി. ഇന്ന് വയനാട്ടിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത കണ്ടു. മഴയൊക്കെ പെയ്തപ്പോൾ വയനാട്ടിൽ മുഴുവനും ചളിയാണ്. റോഡ് മുഴുവനും കുണ്ടും കുഴിയുമായി കിടക്കുന്നത് ചളിവെള്ളമാണ്. അല്ലെ മണ്ണിങ്ങനെ കുഴഞ്ഞ് ചെളി ചോക്ലേറ്റ് പോലെ കിടക്കുകയാണെന്നൊക്കെ. ഇതിൽ നമ്മൾ എടുത്തറിയേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിണറായി വിജയൻ സഖാവ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ആ വീടുകളിൽ വലിയ വിള്ളലാണെന്ന്, വേനൽക്കാലത്ത് കടുത്ത വേനൽക്കാലത്ത് ആ വീടുകളിൽ വിള്ളലാണെന്നും ആ വീടിന്റെ മുകളിലെ ഈ നമ്മുടെ വാർപ്പുണ്ടല്ലോ അതിനിടയിൽ കൂടി വെള്ളം ഇങ്ങനെ കിനിഞ്ഞിറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടുടമയായിട്ടുള്ള കൊങ്ങിയുടെ ഒരു കുട്ടൻ, ഒരു നൗഫൽ എന്ന് പറയുന്ന ഒരുത്തരുണ്ടായിരുന്നു, നെറികെട്ട നന്ദികെട്ട വൃത്തികെട്ടവൻ. അവൻ പറഞ്ഞത് അവന്റെ വീടിന് മുകളിൽ കൂടി കിനിഞ്ഞുണ്ടാക്കിക്കൊണ്ട് വരുന്നു എന്നാണ് വെള്ളം. എന്നിട്ട് അതിന് കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ ജനീഷ് എന്ന് പറയുന്നൊരു മന്ത്രിയും ഈ ടി സിദ്ദിഖ് അടക്കമുള്ള ആളുകൾ അവനൊരു പക്ഷം ചേർന്ന് നിന്നു. എന്നാൽ അവന്റെ സഹോദരൻ എന്താ പറഞ്ഞത്? ആ വീടുകളിലൊന്നും അങ്ങനെയുള്ള വെള്ളം കിനിയിലില്ല, ആ വീടുകൾക്ക് വിള്ളലില്ല, ആ വീടുകൾക്ക് ഒരു പ്രശ്നവുമില്ല. ഈ വീടുകൾ ഇടതുപക്ഷ സർക്കാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ വീടുകൾ സാധ്യമാവില്ലായിരുന്നു. ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ വീട് ഞങ്ങൾക്ക് കിട്ടില്ലായിരുന്നു എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത് UDF വന്നു കഴിഞ്ഞാൽ ഒരു കോപ്പും ലഭിക്കാൻ പോകുന്നില്ല എന്ന് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ വെള്ളക്കെട്ടിനെ സംബന്ധിച്ചുള്ളൊരു കാര്യങ്ങളെപ്പറ്റി നമ്മുടെ ശ്രുതിക്ക് വീട് വെച്ച് കൊടുത്ത ടി സിദ്ദിഖ് എന്ന് പറയുന്ന മന്ത്രി ഒരു കാര്യം പറയുന്നുണ്ട്. ഞാനത് കേൾപ്പിച്ചു തരാം. നേരത്തെ ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ മണ്ണ് ഏത് രീതിയിൽ ക്രമീകരിക്കണം എന്നുള്ളതിന്റെ ഒരു മാനേജ്മെന്റ് ഇല്ലാതെ മണ്ണ് കൈകാര്യം ചെയ്താണ് അതിന്റെ പ്രശ്നം. നേരത്തെ ഒരു മഴ പെയ്തപ്പോ അർദ്ധരാത്രിയിൽ നമ്മളൊക്കെ ഇവിടെ താമസിക്കുന്ന നേരത്തെ താമസിച്ച ആളുകളുടെ വീടുകളിലേക്കൊക്കെ ഓടിപ്പോകേണ്ട സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞ് ഒരു അടിയന്തര മീറ്റിംഗ് നമ്മൾ ചേർന്നു. കലക്ടറോട് മീറ്റിംഗ് വിളിക്കാൻ ആവശ്യപ്പെട്ടു. മീറ്റിംഗ് വിളിച്ചു. അതിന്റെ ഒരു മാനേജ്മെന്റ് നടത്തി മുന്നോട്ട് പോവുകയാണ്. ഇനി ഞങ്ങൾ തിരുവനന്തപുരത്ത് 3 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ യോഗം ചേർന്നു. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് മഴവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എമർജൻസി റിക്വയർമെന്റ് ഒക്കെ ഞങ്ങൾ അനുവദിച്ചു. ഇനി ഇവിടെ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ പ്രശ്നം ആവാതിരിക്കാൻ കൽപ്പറ്റ ടൗണിന്റെ പ്രോപ്പർ ഡ്രൈനേജ് മാനേജ്മെന്റിന് വേണ്ടി പഠിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. അതൊരു വലിയ പദ്ധതിയാണ്. ആ പദ്ധതിയും ഇതിന്റെ ഭാഗമായി കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. പഠനം മാത്രമേ നടക്കുന്നുള്ളല്ലോ സിദ്ദിഖ് സാർ. ഇതുവരെയും നിങ്ങൾ പഠിച്ചു കഴിയാത്തൊരു വിഷയം ഇതിലുണ്ട് കേട്ടോ. നിങ്ങൾ ഇതുവരെയും പഠിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാത്തൊരു വിഷയം ഇവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എന്ത് വിഷയമാണ്? ആ ശ്രുതി എന്ന് പറയുന്നൊരു പാവം പിടിച്ച പെൺകുട്ടിയുടെ വീടിന്റെ കാര്യത്തിലുള്ളൊരു വിഷയം. ആ കുട്ടിക്ക് അന്ന് ഈ ദുരന്തമുണ്ടായി, 2024 ഈ ദുരന്തമുണ്ടായി. ആ സമയത്ത് തന്നെ ആ പെൺകുട്ടിയുടെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുൻപ് ഈ സിദ്ദിഖ് എന്ന് പറയുന്നൊരു മനുഷ്യൻ അടുത്ത് ചെന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. മോള് ധൈര്യമായിട്ട് ആശുപത്രിയിലേക്ക് പോയിട്ട് വരൂ. തിരികെ വരുമ്പോൾ മോളുടെ വീട് അല്ലെങ്കിൽ മോള് കാലെടുത്ത് വെക്കുന്നത് പുതിയ വീട്ടിലേക്കായിരിക്കും. ആ വീട് ഞങ്ങൾ നിർമ്മിച്ച് നൽകും. LDF അല്ല, UDF ആയിട്ടുള്ള ഞങ്ങൾ, ചേട്ടനടക്കമുള്ള ആളുകൾ, സിദ്ദിഖ് ചേട്ടനടക്കമുള്ള ആളുകൾ നിർമ്മിച്ച് നൽകുമെന്നാണ്. ആ പെൺകുട്ടി വന്നു. വീടില്ല, വീട് കിടക്കുന്നിടത്ത് ഒരു കുന്തവുമില്ല. നിർമ്മിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ടി സിദ്ദിഖും അവിടെ ഉണ്ടായിരുന്നില്ല.
എന്നിട്ടും എങ്ങനെ ടി സിദ്ദിഖ് വിജയിച്ചു? ഈ ഒരു വെള്ളം അവിടെ വരുന്നു, അല്ലെങ്കിൽ റോഡിൽ ചെളി ഉണ്ടാകുന്നു, ഈ ഒരു വിഷയങ്ങളെപ്പറ്റി പഠിക്കാനായിട്ട് ഞങ്ങളൊരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പഠനമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 2027, 2028, 2030 ആവും. ഇതുവരെയും, അതായത് ഈ 5 വർഷം എങ്ങനെയെങ്കിലും തള്ളിക്കൊണ്ട് പോകണമല്ലോ. അപ്പോൾ പഠനം ഞങ്ങൾ നടത്തുകയാണ്. പഠിപ്പിക്കാൻ വന്ന ആൾ എല്ലാ ദിവസവും വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ പഠനം പൂർത്തിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാളെ വേറൊരു വാർത്തയും വരാം. അപ്പോൾ ഇതുവരെയായിട്ട് ഇവർക്ക് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് 150 ദിവസം ഏകദേശം ആകാറായിട്ടുണ്ട്. ഇത്രയും ദിവസം കൊണ്ട് ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു കിണറാണ്. സ്വർണം പൂശുന്ന കിണറാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തോ മാന്ത്രികതയുള്ള ഒരു പ്രത്യേകതരം കിണറാണ്. അപ്പോൾ ടി സിദ്ദിഖ് കിണറുകളുടെ വിഷയത്തെപ്പറ്റി മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. എന്തായാലും അതൊന്ന് കണ്ടുപോക്കാം. ബാക്കിയുള്ളതിന്റെ അപ്രൂവലിലേക്ക് പോവാണ്. പിന്നെ ഇതിന്റെ കോൺട്രാക്ടിങ് കമ്പനി അവര് വളരെ കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള എല്ലാ സിസ്റ്റംസും പാലിച്ചു പോവുകയാണ്. അപ്പൊ ഇന്ന് അതിന്റെ ഡ്രാഫ്റ്റ് എഗ്രിമെന്റ് ഇന്നാവുകയാണ്. ഏത് കോൺട്രാക്ടിങ് കമ്പനിയുടെ ഡ്രാഫ്റ്റ് എഗ്രിമെന്റ് ഇന്നാവുകയാണ്. അപ്പോൾ ഇന്നായി കഴിഞ്ഞാൽ അത് KPC പ്രസിഡന്റൂടെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിർമ്മാണം പെട്ടെന്ന് ഒരു വിത്തിൻ ഡേയ്സ് നിർമ്മാണം ആരംഭിക്കും. ഏത് രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് മോനെ സിദ്ദിഖേ, ഈ വിത്തിൻ ഡേയ്സ് അല്ലെ വിത്തിൻ സെക്കൻഡിൽ ഞങ്ങൾ ഈ വീടുകൾ നിർമ്മാണം ആരംഭിക്കുമെന്ന് നിങ്ങൾ ഇന്ന് പറയുന്നു. അതായത് ഇത് നിങ്ങൾ ഓർക്കണം, ഒരു 4-5 മാസങ്ങൾക്ക് ശേഷം ഇവർ പറയുകയാണ് വിത്തിൻ ഡേയ്സിൽ ഞങ്ങൾ നിർമ്മാണം ആരംഭിക്കും. അപ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ചിരിക്കുന്ന മുഖ്യൻ ഇങ്ങനെയല്ലല്ലോ മോനെ മുൻപ് പറഞ്ഞത്. ഞങ്ങൾ നിർമ്മാണം ആരംഭിച്ചു, നിങ്ങൾ അവിടെ പോയി നോക്ക്, നിർമ്മാണം ആരംഭിച്ചു, വയനാട് ടൗൺഷിപ്പിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ്. അതായത് ഫെബ്രുവരി പറഞ്ഞാണ് കേട്ടോ, അന്ന് അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞു. ഇതിനു മുൻപും ഈ വിഷയങ്ങൾ ഉണ്ടായ 2 ദിവസങ്ങൾക്ക് ശേഷം മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിലും VD സതീശൻ ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ഒരു കല്ല് മാത്രമേ ഉള്ളൂ, ആട് കിടക്കുന്നിടത്ത് ആടിൻ്റെ പൂടയില്ല എന്ന് പറയുന്നൊരു വാസ്തവം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ പറയാനായിട്ട് മറുപടിയും ഇവർക്കുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ടി സിദ്ദിഖ് പറയുകയാണ് വിത്തിൻ ഡേയ്സ് ഞങ്ങൾ ഈ പണി ആരംഭിക്കും. അപ്പോൾ ഇത്രയും നാളായിട്ട് പണി ആരംഭിച്ചില്ലേ സിദ്ദിഖ് സാറ്? നിങ്ങൾ എന്താണ് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ വീടങ്ങ് ഉണ്ടാക്കി കൊടുക്കും, ഉണ്ടാക്കി വീട്ടിലേക്ക് ആളുകളെ കയറ്റുമെന്നാണല്ലോ. എടാ, വല്ലതുമൊക്കെ ചെയ്തിരുന്ന ആളുകളെ പറ്റി അപവാദങ്ങളും അപരാധങ്ങളും അപഖ്യാതികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ഒരു വീടെങ്കിലും പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നില്ലേ? ഇത് കിണർ മാത്രം പണിത് വെച്ചിട്ട് വീടിൻ്റെ പണിക്ക് ഇനിയും സമയം വേണമെന്ന് പറയുമ്പോൾ ഇത് ഏത് തരത്തിലുള്ള പൊളിറ്റിക്സ് ആണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല സിദ്ദിഖ് സാറേ. നിങ്ങൾ ആ പാവപ്പെട്ട ജനങ്ങളെ വീണ്ടും വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജനങ്ങളെ മാത്രമല്ല, കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളെ നിങ്ങൾ പറ്റിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്ത വികസന മാറ്റം വേണമെന്ന് ആഗ്രഹിച്ച ജനങ്ങൾ, അവരെ നിങ്ങൾ പൊട്ടന്മാരാക്കുകയാണ്. ഇതൊന്നും ഒരു കുഴപ്പവുമില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ എനിക്കും ഒരു കുഴപ്പവുമില്ല. സ്വന്തം വീട്ടിലും കയറി ഇവന്മാർ കളിച്ച് കഴിയുമ്പോൾ, അല്ലെ സ്വന്തം കിടപ്പാടം കൂടി നഷ്ടപ്പെടുമ്പോഴും ഇതേ രീതിയിൽ തന്നെ പറയണമെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.